ഇവിടുത്തെ മന്ത്രിക്കോ അതല്ലെങ്കിൽ ഇവിടുത്തെ ചോട്ടാ നേതാക്കന്മാർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ആക്സിഡൻറ്റ് ആ ഫ്രണ്ടിൽ നടക്കുകയും ആ ഗേറ്റ് ബ്ലോക്ക് ആവുകയും ചെയ്താൽ ഇതിനകത്ത് വരുന്ന ആളുകൾ ഇതിനകത്ത് പെട്ടുപോകും. ഡയൽസിന് വരുന്ന ആളില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒന്ന് പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ നടത്തിയിട്ടേക്കണ കാരണം ഞങ്ങൾക്ക് പറ്റി ചുറ്റി വളഞ്ഞ് വരേണ്ടി വരും. അവശനിലയിലെത്തുന്ന രോഗികൾക്കും കൂടെയുള്ളവർക്കും ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള രണ്ടാമത്തെ പ്രവേശന കവാടം മതിൽ കെട്ടി അടച്ചുപൂട്ടിയിട്ട് 6 വർഷം പിന്നിടുന്നു. 2019 കോവിഡ് മൂലം അടച്ചുപൂട്ടിയ പ്രവേശന കവാടം തുറന്ന് പഴയ സ്ഥിതിയിലേക്കാക്കണമെന്ന് നിരവധി പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റായി കാണുന്നത് സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജ് തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഈ പരിസരത്തു നിന്ന് വരുന്ന, അതായത് മണലിമുക്ക് ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഗേറ്റ് വളരെ ഉപകാരപ്രദമായിരുന്നു. അതോടൊപ്പം ഹോസ്പിറ്റലിൽ വരുന്ന സാധാരണക്കാരായ ധാരാളം പേഷ്യൻറ്റുകൾ, അതോടൊപ്പം പ്രായം ചെന്ന ഒരുപാട് ആളുകൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ വന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കുന്നതിനോ അല്ലെങ്കിൽ ചായക്കടയിൽ നിന്നുള്ള ചായ